ഡിയർ സ്റ്റുഡൻസ്, ഇനി നമുക്ക് പഠിക്കാനുള്ള അധികാരത്തിൻ്റെ ബദൽ കേന്ദ്രമാണ് ആസിയാൻ, അസോസിയേഷൻ ഓഫ് സൗത്ത് ഈസ്റ്റ് ഏഷ്യൻ നേഷൻസ്, തെക്ക് കിഴക്കൻ ഏഷ്യൻ രാജ്യങ്ങളുടെ സംഘടന. അതിൻ്റെ ചുരുക്കമാണ് ആസിയാൻ, ASEAN, അസോസിയേഷൻ ഓഫ് സൗത്ത് ഈസ്റ്റ് ഏഷ്യൻ നേഷൻസ്. സൗത്ത് ഈസ്റ്റ് ഏഷ്യ consists of Burma, Thailand, Laos, Cambodia, Vietnam, Malaysia, Indonesia and Philippines. Before and during Second World War, these regions were ruled by foreign powers. The Southeast Asian countries attained independence during the period of the Second World War. Consequently, they confronted several problems like nation building, poverty, economic backwardness, and the pressure to join any one of the power blocs. The attempts made by the Bandung Conference and the non-alignment movement to create unity among these countries were not successful. Hence, the Southeast Asian nations sought an alternative by forming an organization called ASEAN. തെക്ക് കിഴക്കേ ഏഷ്യൻ രാജ്യങ്ങളുടെ സംഘടന. അപ്പോൾ തെക്ക് കിഴക്കേ ഏഷ്യയിലെ പ്രധാനപ്പെട്ട രാജ്യങ്ങളാണ് ബർമ്മ, തായ്ലൻഡ്, ലാവോസ്, കംബോഡിയ, വിയറ്റ്നാം, മലേഷ്യ, ഇന്തോനേഷ്യ, ഫിലിപ്പൈൻസ് എന്നിവ. അപ്പോൾ ഈ മേഖലകൾ രണ്ടാം ലോക മഹായുദ്ധകാലത്തും അതിനു മുമ്പും ഈ പ്രദേശം ഭരിച്ചിരുന്ന വിദേശ ശക്തികളായിരുന്നു. ഇപ്പോൾ ശീതസമരകാലത്ത് സ്വാതന്ത്ര്യം നേടിയ തെക്കിഴക്കൻ ഏഷ്യൻ രാജ്യങ്ങൾ ഒരുപാട് പ്രശ്നങ്ങളെ നേരിടേണ്ടി വന്നിട്ടുണ്ട്. രാഷ്ട്രനിർമ്മാണം, ദാരിദ്ര്യം, പിന്നോക്കാവസ്ഥ, ശാക്തിക ചേരികളിൽ ചേരാനുള്ള സമ്മർദ്ദം, ഇങ്ങനെയുള്ള ഇവയൊക്കെയായിരുന്നു പ്രധാനമായിട്ടും ഈ രാജ്യങ്ങൾ നേരിട്ട പ്രശ്നങ്ങൾ. അതേപോലെ തന്നെ ഈ പ്രശ്നങ്ങളെ കൈകാര്യം ചെയ്യുന്നതിൽ ബന്ധുവും സമ്മേളനവും ചേരിചേരാ പ്രസ്ഥാനവും ഏഷ്യൻ രാജ്യങ്ങൾക്കിടയിലും മൂന്നാം ലോകങ്ങളിലും ഐക്യം സ്ഥാപിക്കുന്നതിന് നടത്തിയ പരിശ്രമങ്ങൾ തെക്ക് കിഴക്കേ ഏഷ്യയിൽ വലിയ സ്വാധീനമൊന്നും ഉണ്ടാക്കിയില്ല. അതുകൊണ്ട് ഈ മേഖലയിലെ രാജ്യങ്ങൾ ആസിയാൻ എന്ന സംഘടനയ്ക്ക് രൂപം നൽകിക്കൊണ്ട് ഒരു ബദൽ കണ്ടെത്താൻ ശ്രമിച്ചു. ASEAN was established in 1967 by 5 countries of this region: Indonesia, Malaysia, Philippines, Singapore and Thailand. It was formed through the Bangkok Declaration signed by these 5 countries. Later, several new members like Brunei, Vietnam, Laos, Myanmar and Cambodia joined ASEAN, taking its strength to 10. ASEAN സ്ഥാപിതമായത് 1967 ഓഗസ്റ്റിലാണ്. ഇന്തോനേഷ്യ, മലേഷ്യ, ഫിലിപ്പൈൻസ്, സിംഗപ്പൂർ, തായ്ലൻഡ് എന്നിവയാണ് ഈ സംഘടനയുടെ സ്ഥാപക രാജ്യങ്ങൾ. ഈ 5 രാഷ്ട്രങ്ങളുടെയും പ്രതിനിധികൾ ഒപ്പുവെച്ച ബാങ്കോക്ക് പ്രഖ്യാപനം അനുസരിച്ചാണ് ആസിയാൻ സ്ഥാപിക്കപ്പെട്ടത്. ആസിയാൻ്റെ ആസ്ഥാനം ജക്കാർത്തയാണ്. ഇനി ആസിയാനിൽ പിൽക്കാലത്ത് പുതിയ അംഗങ്ങളൊക്കെ ചേർന്നു. അതാണ് ബ്രൂണൈ, വിയറ്റ്നാം, ലാവോസ്, മ്യാൻമാർ, കംബോഡിയ. ഇവയൊക്കെ പിന്നീട് സംഘടനയിലെ അംഗങ്ങളായി. ഇതോടെ ആസിയാൻ്റെ അംഗസംഖ്യ 10 ഉയരുകയും ചെയ്തു. ഇനി നമുക്ക് ഒബ്ജക്റ്റീവ്സ് ആൻഡ് ആക്ടിവിറ്റീസ്, ആസിയാൻ്റെ ലക്ഷ്യങ്ങളും പ്രവർത്തനങ്ങളും എന്തൊക്കെയെന്ന് നോക്കാം. ASEAN is not a military or defensive alliance. It is mainly an economic organization. The important objectives of ASEAN: first one, to accelerate economic growth and thereby attain social progress and cultural development. Second, to promote regional peace and stability on the basis of the rule of law and UN Charter. അപ്പോൾ ആസിയാൻ്റെ ലക്ഷ്യങ്ങളും പ്രവർത്തനങ്ങളും എന്തൊക്കെയാണെന്ന് നോക്കാം. ആസിയാൻ ഒരു പ്രതിരോധ സഖ്യമോ സൈനിക ഉടമ്പടിയോ അല്ല. മുഖ്യമായും അതൊരു സാമ്പത്തിക സംഘടനയാണ്. ആസിയാൻ്റെ പ്രധാനപ്പെട്ട ലക്ഷ്യങ്ങളാണ്: 1, സാമ്പത്തിക വളർച്ച ത്വരിതപ്പെടുത്തുകയും അതുവഴി സാമൂഹ്യ പുരോഗതിയും സാംസ്കാരിക വികസനവും
കൈവരിക്കുകയും ചെയ്യുക. മറ്റൊന്നാണ് UN ചാർട്ടർ, നിയമവാഴ്ച എന്നിവയുടെ അടിസ്ഥാനത്തിൽ തെക്ക് കിഴക്കൻ ഏഷ്യൻ മേഖലയിൽ സമാധാനവും സുരക്ഷിതത്വവും സ്ഥാപിക്കുക. മറ്റൊന്നാണ് ഐക്യരാഷ്ട്രസഭയുടെ പ്രവർത്തനഭാരം ലഘൂകരിക്കുക. Gradually, ASEAN broadened its objectives beyond the economic and social spheres. In 2003, it agreed to establish an ASEAN community on the line of European Union. The ASEAN community consists of 3 pillars. They are ASEAN Security Community, ASEAN Economic Community, and ASEAN Socio-Cultural Community. ASEAN ക്രമേണ അതിൻ്റെ ലക്ഷ്യങ്ങൾ സാമ്പത്തികവും സാമൂഹികവുമായ മേഖലകൾക്കപ്പുറത്തേക്ക് വ്യാപിപ്പിക്കുകയുണ്ടായി. 2003 ഒരു ആസിയാൻ സമൂഹം സ്ഥാപിക്കാൻ സമ്മതിച്ചുകൊണ്ട് സംഘടന യൂറോപ്യൻ യൂണിയൻ്റെ പാതയിലൂടെ സഞ്ചരിക്കാൻ തുടങ്ങി. ആസിയാൻ സമൂഹത്തിന് 3 അടിസ്ഥാന ശിലകൾ ഉണ്ടായിരുന്നു. 3 പില്ലേഴ്സ്. ആസിയാൻ സമൂഹത്തിൻ്റെ 3 അടിസ്ഥാന ശിലകളാണ്: 1 ആസിയാൻ സുരക്ഷാ സമൂഹം, ആസിയാൻ സെക്യൂരിറ്റി കമ്മ്യൂണിറ്റി. 2 ആസിയാൻ സാമ്പത്തിക സമൂഹം, ആസിയാൻ എക്കണോമിക് കമ്മ്യൂണിറ്റി. 3 ആസിയാൻ സാമൂഹിക സാംസ്കാരിക സമൂഹം, ആസിയാൻ സോഷ്യോ കൾച്ചറൽ കമ്മ്യൂണിറ്റി. ഇനി നമുക്ക് ഇവ ഓരോന്നും എന്താണെന്ന് നോക്കാം. ASEAN Security Community. The objective of ASEAN Security Community is to prevent territorial disputes escalating into armed confrontations. By 2003, several agreements were made by the member states to uphold peace, neutrality, cooperation, non-interference, and respect for national differences and sovereign rights. The ASEAN Regional Forum, which was established in 1994, coordinates the security and foreign policy of the organization. ASEAN സുരക്ഷാ സമൂഹം. പ്രാദേശികമായ തർക്കങ്ങൾ ഒരു സായുധ പോരാട്ടമായി മാറാൻ പാടില്ല എന്ന ധാരണയെ അടിസ്ഥാനമാക്കിയാണ് ആസിയാൻ സുരക്ഷാ സമൂഹം നിലകൊള്ളുന്നത്. അപ്പോൾ പ്രാദേശികമായ തർക്കങ്ങൾ ഒരിക്കലൊരു സായുധ യുദ്ധത്തിലേക്ക് നയിക്കാൻ പാടില്ല എന്നുള്ളതാണ്. 2003 ആസിയാൻ നിരവധി ഉടമ്പടികളിൽ ഏർപ്പെട്ടു കഴിഞ്ഞു. അത് പ്രകാരം സമാധാനം, നിഷ്പക്ഷത, സഹകരണം, ഇടപെടാതിരിക്കൽ, ദേശീയ വൈവിധ്യങ്ങളോടും പരമാധികാര അവകാശങ്ങളോടുമുള്ള ആദരവ് എന്നിവ ഉയർത്തിപ്പിടിക്കാമെന്ന് അംഗരാഷ്ട്രങ്ങൾക്ക് വാഗ്ദാനമേകി. സംഘടനയുടെ സുരക്ഷാ വിദേശ നയങ്ങൾ ഏകോപിപ്പിക്കുന്നത് 1994 സ്ഥാപിതമായ ആസിയാൻ പ്രാദേശിക ഫോറം, ആസിയാൻ റീജിയണൽ ഫോറം ARF ആണ്. The objective of ASEAN Economic Community is to create a common market and production base within the ASEAN countries. It also aids the social and economic development in the region. It also focuses on the creation of a free trade area for investment and labor and service. ഇനി ആസിയാൻ സാമ്പത്തിക സമൂഹം. അംഗരാഷ്ട്രങ്ങൾക്കിടയിൽ ഒരു പൊതു കമ്പോളവും ഉൽപ്പാദന അടിത്തറയും സ്ഥാപിക്കുക, ഈ മേഖലയിലെ സാമൂഹികവും സാമ്പത്തികവുമായ വളർച്ചയെ സഹായിക്കുക എന്നിവയാണ് ആസിയാൻ സാമ്പത്തിക സമൂഹത്തിൻ്റെ ലക്ഷ്യങ്ങൾ. ഒരു സ്വതന്ത്ര വ്യാപാര മേഖല, ഫ്രീ ട്രേഡ് ഏരിയ സ്ഥാപിക്കുന്നതിനും അത് ഊന്നൽ നൽകി. ദി ഒബ്ജക്റ്റീവ് ഓഫ് ദി ASEAN Socio-Cultural Community is to ensure social progress and cultural development in the region. Even though several programs were drafted for achieving this objective, it could achieve only limited progress. ആസിയാൻ സാമൂഹ്യ സാംസ്കാരിക സമൂഹത്തിൻ്റെ മുഖ്യ ലക്ഷ്യം മേഖലയിൽ സാമൂഹ്യ പുരോഗതിയും സാംസ്കാരിക വികസനവും ഉറപ്പുവരുത്തുക എന്നതാണ്. ഈ ലക്ഷ്യത്തോടെ പല പരിപാടികൾക്കും രൂപം നൽകിയെങ്കിലും പരിമിതമായ പുരോഗതി മാത്രമേ ഉണ്ടായുള്ളൂ. ASEAN has no desire to establish
സുപ്രാനാഷണൽ സ്ട്രക്ചേഴ്സ് ആൻഡ് ഓർഗനൈസേഷൻസ്, അതായത് ആസിയാൻ. ദേശാതീത സംഘടനകളോ സ്ഥാപനങ്ങളോ ഇല്ല. അനൗപചാരികവും സംഘർഷരഹിതവും സഹകരണാത്മകവുമായ ഒരു ആസിയാൻ മാർഗമാണ് അത് പിന്തുടരുന്നത്. A permanent secretariat established at Jakarta in 1976 looks after administrative affairs of the ASEAN. The Ministerial Council, which consists of the foreign ministers of the member states, is the supreme body of the organization. 1976 ജക്കാർത്തയിൽ സ്ഥാപിച്ച ഒരു സ്ഥിരം സെക്രട്ടേറിയറ്റാണ് ആസിയാൻ്റെ ഭരണപരമായ കാര്യങ്ങൾ നിർവഹിക്കുന്നത്. ഇനി സ്ഥിരം സെക്രട്ടേറിയറ്റ് ഉൾക്കൊള്ളുന്ന അംഗരാജ്യങ്ങളിലെ വിദേശകാര്യ മന്ത്രിമാർ അടങ്ങിയ മന്ത്രിതല കൗൺസിലാണ് പ്രധാന കാര്യനിർവഹണ ഘടകം. ആസിയാൻ്റെ ആസ്ഥാനം ജക്കാർത്ത. The ASEAN is mainly an economic organization, though smaller in size. Its economy is growing much faster than that of US, European Union and ജപ്പാൻ. ആസിയാൻ മുഖ്യമായും ഒരു സാമ്പത്തിക സംഘടനയാണ് ഇപ്പോൾ നിലനിൽക്കുന്നത്. എങ്കിലും അമേരിക്ക, യൂറോപ്യൻ യൂണിയൻ, ജപ്പാൻ എന്നിവയുമായി താരതമ്യം ചെയ്യുമ്പോൾ ആസിയാൻ മേഖല വളരെ ചെറിയ ഒരു സമ്പദ് വ്യവസ്ഥയാണ്. എങ്കിലും അതിൻ്റെ വളർച്ച മറ്റുള്ളവയേക്കാൾ അതിവേഗത്തിലാണ്. ASEAN is fastly growing into an important regional organization. The leaders of ASEAN issued a declaration by name Vision 2020 in a meeting held in Kuala Lumpur in December 1997. It was a project to transform the ASEAN region into a region of peace, liberty and neutrality by 2020. ആസിയാൻ ഒരു പ്രധാന പ്രാദേശിക സംഘടനയായി അതിവേഗം വളർന്നുകൊണ്ടിരിക്കുകയാണ്. 1997 ഡിസംബറിൽ കോലാലംപൂരിൽ നടന്ന സമ്മേളനത്തിൽ വെച്ച് ആസിയാൻ നേതാക്കന്മാർ വിഷൻ 2020 എന്നൊരു പ്രഖ്യാപനം പുറത്തിറക്കി. 2020ഓടെ ആസിയാൻ മേഖലയെ സമാധാനത്തിൻ്റെയും സ്വാതന്ത്ര്യത്തിൻ്റെയും നിഷ്പക്ഷതയുടെയും മേഖലയായി പൂർണ്ണ അർത്ഥത്തിൽ മാറ്റിയെടുക്കുന്ന ഒരു പദ്ധതിയായാണ് ഇത് വിഭാവനം ചെയ്തിട്ടുള്ളത്. ആസിയാൻ മേഖലയിലെ തർക്കങ്ങൾ ചർച്ചകളിലൂടെ പരിഹരിക്കണമെന്ന നയമാണ് ആസിയാൻ പിന്തുടരുന്നത്. ഈ നയം വിഷൻ 2020 പ്രതിഫലിച്ച് കാണുന്നു. അങ്ങനെയാണ് കംബോഡിയയിലെ പോരാട്ടം, കിഴക്കൻ തിമോറിലെ പ്രതിസന്ധി എന്നിവ ആസിയാൻ മധ്യസ്ഥതയിലൂടെ പരിഹരിച്ചു. The current economic strength of ASEAN makes it attractive. It has trading and investment partnership with the growing Asian economies such as India and China. During the Cold War period, India paid little attention to ASEAN, but in recent years, India has tried to change its attitude. It signed free trade agreements with two ASEAN countries, Singapore and Thailand. ആസിയാൻ്റെ ഇപ്പോഴത്തെ സാമ്പത്തിക ശക്തിയാണ് അതിനെ ആകർഷകമാക്കുന്നത്. ഏഷ്യയിലെ വളരുന്ന സമ്പദ് വ്യവസ്ഥകളായ ഇന്ത്യ, ചൈന എന്നിവയുമായി അതിന് വ്യാപാര നിക്ഷേപ പങ്കാളിത്തമുണ്ട്. ശീതസമരകാലത്ത് ഇന്ത്യയുടെ വിദേശനയം ആസിയാന് വേണ്ടത്ര ശ്രദ്ധ നൽകിയിരുന്നില്ല. എന്നാൽ ഈ അടുത്ത കാലത്ത് ഇന്ത്യ അതിൻ്റെ നിലപാടിൽ മാറ്റം വരുത്താൻ ശ്രമിച്ചിട്ടുണ്ട്. എന്നാൽ അടുത്ത കാലത്ത് ഇന്ത്യ അതിൻ്റെ നിലപാടൊക്കെ മാറ്റുകയും ആസിയാനിലെ അംഗങ്ങളായ സിംഗപ്പൂരുമായും തായ്ലൻഡുമായും സ്വതന്ത്ര വ്യാപാര ഉടമ്പടികളിൽ ഒപ്പുവെക്കുകയുണ്ടായി. ആസിയാനുമായി ഒരു സ്വതന്ത്ര വ്യാപാര ഉടമ്പടിയിൽ ഒപ്പുവെക്കാൻ രാജ്യം ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇത്രയാണ് ആസിയാനെക്കുറിച്ച് നമുക്ക് പഠിക്കാനുള്ളത്. തെക്ക് കിഴക്കൻ ഏഷ്യൻ രാജ്യങ്ങളുടെ സംഘടനയാണ് ആസിയാൻ. ആസിയാൻ സ്ഥാപിതമായത് 1967. പിന്നെ ആസ്ഥാനം ജക്കാർത്ത. ആസിയാൻ്റെ 3 അടിസ്ഥാന ശിലകൾ, 3 പില്ലേഴ്സ്: ആസിയാൻ സുരക്ഷാ സമൂഹം, ആസിയാൻ സാമ്പത്തിക സമൂഹം, ആസിയാൻ സാമൂഹ്യ സാംസ്കാരിക സമൂഹം. ഇത്രയാണ് ആസിയാൻ.